എല്ലോറ ഗുഹകൾ സന്ദർശനം നടത്തി ഒരു ദിവസം റെസ്റ്റ് എടുത്ത് വീണ്ടും ഞങ്ങൾ അജന്ത ഗുഹകൾ തേടി യാത്രയായി. അജന്ത ഗുഹ എല്ലോറ ഗുഹയിൽ നിന്നും ഏകദേശം 100 കിലോമീറ്റർ യാത്രയുണ്ട്. ഔറംഗാബാദിൽ നിന്നാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. ഏകദേശം ഒരു 9 മണിക്ക് ഇളം വെയിൽ വന്ന സമയത്ത് തന്നെ ഞങ്ങൾ എത്തിച്ചേർന്നു. അധികം ആരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈ വ്യൂ പോയിന്റിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്നും മനോഹരമായ പനോരമിക് ദൃശ്യം കാണാൻ സാധിക്കും. ഈ ഗുഹകൾക്ക് പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ കുതിരാലാടത്തിന്റെ ആകൃതിയിലുള്ള ഒരു ഷേപ്പാണ്. മലഞ്ചെരുവുകളിൽ കൊത്തിയിരിക്കുന്ന 30 ഗുഹകളും ഇവിടെ നിന്നും ദൂരെ ഒരു കാഴ്ച കാണാം. അതുകൊണ്ട് തന്നെ ഒരാൾ പറഞ്ഞു ഞങ്ങളോട്, ഇതിലൂടെ യാത്ര താഴേക്ക് പോയാൽ നിങ്ങൾക്ക് ഗുഹയിൽ എത്തിച്ചേരാമെന്ന്. പക്ഷേ അതൊരു മണ്ടത്തരമായോ എന്നൊരു സംശയമില്ലാതില്ല. ഞങ്ങൾ കുറേ ദൂരം യാത്ര ചെയ്തിട്ടും എത്തുന്നില്ല. ധാരാളം ചുറ്റിക്കറങ്ങി അങ്ങനെ മലഞ്ചെരുവുകളിലൂടെ ഇറങ്ങി ഞങ്ങൾ യാത്ര ചെയ്തു. അങ്ങനെ വഴിയോരത്ത് കുറച്ച് ദൂരം ചെന്നപ്പോൾ 2 പേരെ കണ്ടു. അവർ അവിടുത്തെ ലോക്കലാണെന്ന് തോന്നുന്നു. അവർ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അവിടെ ഒരു വ്യൂ പോയിന്റ് വീണ്ടും കാണിച്ചു തന്നു. ഇവിടെ നിന്ന് നോക്കിയാൽ നല്ലൊരു വ്യൂ പോയിന്റും അതിന്റെ പ്രത്യേകതയും സൂര്യാസ്തമയ സമയത്ത് ഇവിടുത്തെ കാഴ്ച അതിമനോഹരമാണെന്നല്ല അദ്ദേഹം വിവരിച്ചു തന്നു. കൂടാതെ മഹാരാഷ്ട്രയിലെ ഈ അജന്ത ഗുഹയിൽ ഇവരുടെ കയ്യിൽ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഇത് പോസിറ്റീവാണ്, ഇത് ബുദ്ധന്മാർ ഉപയോഗിച്ചിരുന്നതാണെന്നെല്ലാം പറഞ്ഞു. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വഗോറ നദിയുണ്ട്. ആ നദിയെല്ലാം വറ്റി വരണ്ടിരിക്കുന്നു. എന്തായാലും ഞങ്ങൾ അവരെല്ലാം വിട്ട് ഗുഹകളിൽ എത്തിച്ചേർന്നു. ഗുഹയിലെ പ്രത്യേക കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളത് 2-ാം നൂറ്റാണ്ട് മുതൽ 8-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലുള്ള ഗുഹകളാണ്. ഇവിടുത്തെ പ്രത്യേകത ശില്പകലയാണ്. ഈ ശില്പകലയും ചിത്രകല ഇത് ഗുഹാഭിത്തികളിലെ ഫ്രെസ്കോ എന്ന് പറയുന്ന ചിത്രങ്ങളാണ്. ഇത് ലോകപ്രശസ്തമാണ്. ബുദ്ധന്റെ ജീവിതങ്ങളും ജാതകങ്ങളുമാണ്. പക്ഷേ ഈ ഗുഹകൾ ഭയങ്കര സ്മെല്ലാണ്. ഇതിനകത്തേക്ക് കയറാൻ പറ്റില്ല. ഇവിടെ ദാനിക്കുന്നുണ്ടെന്ന് പറയാറുണ്ട്. ഇവിടെ പ്രാർത്ഥനയ്ക്കായി ഉപയോഗിക്കുന്ന ഗുഹകളുണ്ട്. അത് 9, 10, 19, 26 ഗുഹകളാണെന്ന് പറഞ്ഞത്. വിഹാരങ്ങളുണ്ട്. അതായത് ബുദ്ധഭിക്ഷുക്കൾ താമസിച്ചിരുന്ന ഗുഹകളാണിത്. ഇതിൽ ഏറ്റവും പ്രത്യേകത പെയിന്റിംഗ് ആണ്. ഈ പെയിന്റിംഗ് എല്ലാം കാണണമെങ്കിൽ അജന്തയിൽ തന്നെ വരിക. പെയിന്റിംഗ് എല്ലാം കുറച്ച് മാറിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇവിടെ വിദേശികളും നമ്മുടെ എല്ലാ ടൂറിസ്റ്റ് പ്രേമികളും ഇവിടെ വന്നെത്തുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മറക്കരുത്, ഔറംഗാബാദിൽ നിന്നും വരികയാണെങ്കിൽ അജന്ത എല്ലോറ കേവ്സിലേക്ക് വരിക, സന്ദർശിക്കുക. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കാണുക.